രമേശ് പിഷാരടി പാലക്കാടിന് യോജിച്ച സ്ഥാനാർത്ഥിയല്ലെന്ന് കോൺഗ്രസ് ക്യാമ്പിൽ വിമർശനം. UDF സ്ഥാനാർത്ഥി പിഷാരടിയുടെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ വിവാദമാകുന്നു. ഗാസ കൂട്ടക്കൊലയ്ക്കെതിരായ കൂട്ടായ്മയെ വിമർശിച്ച പിഷാരടിയെ കോമാളിയെന്ന് വിശേഷിപ്പിച്ച് തോമസ് ഐസക്. ഒടുവിൽ ഐസക്കിന്റെ ഖേദപ്രകടനം. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഡീൽ ആരോപണങ്ങൾ കത്തിപ്പടരുന്നതിനിടയിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി കൈക്കൊണ്ട അരാഷ്ട്രീയ നിലപാടുകൾ തുറന്ന ചർച്ചയായി മാറുന്നു. പല സുപ്രധാന വിഷയങ്ങളിലും കോൺഗ്രസ് കൈക്കൊണ്ട നിലപാടുകളായിരുന്നില്ല പിഷാരടി കൈക്കൊണ്ടിരുന്നത്. പലപ്പോഴും അത് സംഘപരിവാർ നിലപാടുകളാണ് പിഷാരടി പിന്തുടർന്നു വന്നിരുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. പാലക്കാട് പോലെ പ്രാധാന്യമേറിയ ഒരു സീറ്റിൽ പ്രധാന നേതാക്കളെ അവഗണിച്ച് പിഷാരടിക്ക് സീറ്റ് നൽകിയതിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം കടുത്ത അമർഷത്തിലാണ്. ഷാഫി പറമ്പിലിന്റെ പിടിവാശി മൂലമാണ് പിഷാരടിക്ക് സീറ്റ് ലഭിച്ചതെന്ന വികാരം അവരിൽ ശക്തവുമാണ്. പാലക്കാട്ട് രമേശ് പിഷാരടി വന്നതോടെ BJPക്ക് അത് ഗുണകരമായി മാറിയെന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂറിനെ പോലെയുള്ള നേതാക്കൾ ഉയർത്തുന്നത്. ഒപ്പം പിഷാരടിയുടെ സമീപനങ്ങൾ ഹിന്ദുത്വം കലർന്ന സംഘപരിവാർ ശൈലിയാണെന്നും അവർ വിശദീകരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തഴഞ്ഞതാണ് ഈ പ്രതിഷേധത്തിന് അടിസ്ഥാന കാരണമെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സ്വകാര്യ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ ഇപ്പോൾ പുറം ലോകത്ത് എത്തിയിട്ടുണ്ട്. ഇടതു കേന്ദ്രങ്ങളാകട്ടെ അതിന് വലിയ പ്രചരണമാണ് നൽകുന്നതും. പലസ്തീൻ വിഷയങ്ങൾ കത്തിപ്പടർന്നപ്പോൾ ഇസ്രയേൽ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്ന സമീപനമാണ് ബഹുഭൂരിഭാഗം പൊതുസമൂഹവും പിന്തുടർന്നത്. കോൺഗ്രസ് നിലപാടും ആ വിധത്തിൽ തന്നെയായിരുന്നു. സംഘപരിവാർ കേന്ദ്രങ്ങൾ മാത്രമാണ് പലസ്തീന് എതിരായ സമീപനം കൈക്കൊണ്ടുവന്നത്. അക്കാലത്ത് കേരളത്തിലുടനീളം പലസ്തീൻ അനുഭാവ ചർച്ചകൾ ശക്തമായി ഉയർന്നപ്പോൾ രമേശ് പിഷാരടി കൈക്കൊണ്ടത് തികച്ചും അരാഷ്ട്രീയ നിലപാടായിരുന്നു. ഗാസയിലെ കൂട്ടക്കൊലകൾക്കെതിരെ ഇവിടെ പ്രതിഷേധിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് അന്ന് രമേശ് പിഷാരടി പ്രതികരിച്ചിരുന്നത്. പലസ്തീൻ വിഷയത്തിൽ പുറത്തുനിന്നുള്ള പ്രതികരണങ്ങൾ അനാവശ്യമാണെന്ന ബാലിശവും അപക്വവുമായ പ്രതികരണങ്ങളാണ് അന്ന് പിഷാരടി നടത്തിയത്. എറണാകുളത്തെ പള്ളുരുത്തിയിൽ വിദ്യാർത്ഥിനി ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലും പിഷാരടിയുടെ നിലപാട് വലിയ ചർച്ചകളായി മാറി. സ്കൂൾ മാനേജ്മെന്റ്, രക്ഷിതാക്കൾ, പ്രാദേശിക നേതാക്കൾ എന്നിവർ മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടാൻ പാടുള്ളൂ എന്നായിരുന്നു അന്ന് പിഷാരടിയുടെ വാദം. കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു, ഹിന്ദു പെൺകുട്ടികളെ വശത്താക്കി മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുന്നു, ഹിന്ദുക്കളെ നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്നു തുടങ്ങിയ വ്യാജ പരാമർശങ്ങൾ കുത്തിനിറച്ച കേരള സ്റ്റോറികൾ പുറത്തെത്തിയിട്ടും ശക്തമായ വിവാദങ്ങൾക്ക് അത് വഴിയൊരുക്കിയപ്പോഴും തുറന്ന നിലപാട് കൈക്കൊള്ളാതെ പരോക്ഷ സംഘപരിവാർ ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയായിരുന്നു രമേശ് പിഷാരടി. ഈ വിധത്തിൽ സംഘപരിവാർ മനസ്സുമായി നടക്കുന്ന ഒരാളെ എന്തിനാണ് UDF സ്ഥാനാർത്ഥിയായി കെട്ടിയെഴുന്നള്ളിക്കുന്നതെന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ രഹസ്യമായി ഉയർത്തിയതും ഇടതു കേന്ദ്രങ്ങൾ അത് പരസ്യമായി പ്രചരിപ്പിക്കുന്നതും. പാലക്കാട്ട് BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനും പകരം 10 LDF സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും ഡീലുകൾ നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണമുയർത്തിയിരുന്നു. അതേസമയം പാലക്കാട്ടെ റിയൽ ഡീൽ കോൺഗ്രസും BJPയും തമ്മിലാണെന്ന് ഇടതു കേന്ദ്രങ്ങളും തിരിച്ചടിച്ചിരുന്നു. രാഷ്ട്രീയ നിലപാടില്ലാത്ത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി പോരാട്ടത്തെ ലഘൂകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നാണ് അവരുയർത്തുന്ന വാദം. പൊതുസമൂഹവുമായി നേരിട്ട് ഇടപഴകുന്ന വിഷയങ്ങളിൽ പോലും വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്ത പിഷാരടിയുടെ നിലപാടുകൾ കോമാളിത്തം നിറഞ്ഞവയാണെന്നാണ് മുൻ മന്ത്രിയും CPM നേതാവുമായ ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചത്. ഐസക്കിന്റെ പ്രതികരണങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ കോമാളി പരാമർശത്തിൽ നിന്ന് തോമസ് ഐസക് പിന്മാറുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ പാലക്കാട്ട് കോൺഗ്രസും BJPയും മുഖാമുഖം ഏറ്റുമുട്ടുന്ന രീതിയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാകും ഇവിടെ അരങ്ങേറുക എന്നത് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് മണ്ഡലത്തിലുടനീളം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. അതേസമയം പതിവിന് വിരുദ്ധമായി ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ് മണ്ഡലത്തിലുടനീളം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് UDF സ്ഥാനാർത്ഥി പിഷാരടിയുടെ BJP അനുകൂല നിലപാടുകൾ വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏത് വിധത്തിൽ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.